ഹലോ ഫ്രണ്ട്സ്, കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു സ്ഥലമാണ് എനിക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആളുകളെ തിരക്കുന്നൊക്കെ ഒഴിഞ്ഞ് കുറച്ച് സമാധാനം ആഗ്രഹിച്ച് കുറച്ച് ലൈഫൊക്കെ ഒന്ന് വൈകുന്നേരം വന്നിട്ട് എൻജോയ് ചെയ്യാൻ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പോൾ കണ്ടതാ. അതെ, വേറെ എവിടെയല്ല, എലത്തൂർ ഡ്രൈവിംഗ് ബീച്ച് എന്നാണ് ഈ ബീച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കുട്ടികളൊക്കെ ബീച്ചിൽ ഒരുപാട് നേരം ഇരുത്താൻ പറ്റും. കാരണം അധികം ആയല്ലാതെ ഒരുപാട് അങ്ങോട്ട് നമ്മളെ കടൽ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അധികാരം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈകാതെ തന്നെ ഇത് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് കടന്നു വരും. കാരണം ഇവിടെ അതിമനോഹരമായൊരു ഡ്രൈവിംഗ് ബീച്ചാണ്. ഇപ്പോൾ ഇത് എലത്തൂർ ഡ്രൈവിംഗ് ബീച്ച് എന്ന് അറിയപ്പെടുന്നുണ്ട്. അത്യാവശ്യം 4x4 വണ്ടിയൊക്കെ നമുക്ക് ഈ ബീച്ചിലേക്ക് ഇറക്കി ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ചെറിയൊരു സ്പോട്ടാണ്, വലിയ ഡ്രൈവിംഗ് ബീച്ചല്ല, പക്ഷേ അത്യാവശ്യം വണ്ടിയൊക്കെ ഇറക്കി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളെ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയവർക്ക് കടലിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് ദൂരം വരെ കടലിലേക്ക് ആഴമില്ലാതെ ഇങ്ങനെ നമുക്ക് നടന്നു പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മളെ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുവന്നത് അതേപോലെ ബീച്ചിൽ ഇരുത്താനും ഇതേപോലെ കക്കൊക്കെ പെറുക്കി കളിക്കാനും. കക്കെന്ന് കാണിച്ചേ അതാ, ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് പൂയിലിങ്ങനെ കൊഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ കക്ക കിട്ടും. അപ്പോൾ കക്കയൊക്കെ പെറുക്കി കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ബീച്ചാണ്. ബീച്ച് വരുന്നത് എലത്തൂരാണ്. ഇപ്പോൾ ഇത് എലത്തൂർ ഡ്രൈവിംഗ് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇതവിടെ വെറുതെ ഇങ്ങനെ ചെകിഞ്ഞ് നോക്കുമ്പോൾ എന്താ തപ്പുന്നേ? ആഹാ, ഇവിടെ ഇങ്ങനെ കുറച്ച് കുഴിച്ച് നോക്കിയാൽ അതേപോലെ നമുക്ക് കക്ക ഇവിടുന്ന് കിട്ടും. സമയമൊക്കെ ഉള്ള നേരം ഇവിടെ വന്നിട്ട് ഇതേപോലെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കക്ക കിട്ടും. നമുക്കൊരു നേരമോ 2 നേരമോ കറി വെക്കാനുള്ള സാധനം ഇവിടുന്ന് കിട്ടും. വീണ്ടും കക്കയുണ്ടോ? കക്കയുണ്ടേ. റൂമൊക്കെ ഇവിടെ അടിച്ച് പൊളിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട വഴി അറിയാലോ. നമുക്ക് ആ എലത്തൂർ വലിയ ജുമാ മസ്ജിദ് ഉണ്ട്. ഏകദേശം അതിൻ്റെ ഫ്രണ്ട് കൂടെയുള്ള റോഡാണ്. കുറച്ച് ചെറിയ റോഡൊക്കെ ആണ്, എന്നാലും കാറൊക്കെ ഇവിടെ എത്തിച്ചേരും. അതാ അവിടെ കുറച്ച് ദൂരെ കാണാതാ, അവിടെ ഒരു ചായപ്പീടിയൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചായയൊക്കെ കുടിച്ച് ഒരു വൈകുന്നേരമൊക്കെ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ മറക്കണ്ട, കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിലെ ഡ്രൈവിംഗ് ബീച്ച് എല്ലാവരും മറക്കാതെ കാണുക, മറക്കാതെ എത്തുക. ഓക്കെ.